നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ബീഫും കൊണ്ട് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നേരെ പോയിട്ട് ബീഫ് ബിരിയാണി റെഡിയാക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ രീതിയിൽ നെയ്യും കൂടെ ഉള്ള പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബിരിയാണിക്കാകുമ്പോൾ കുറച്ച് നെയ്യുള്ളതും കൂടെ നല്ലതാണ്. പരിന്ത കരിയുന്നില്ലടാ, പരിന്ത് എടുത്തോണ്ട് പോകും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മസാല അടിച്ചു കൊടുക്കാം. തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്നാ ചാരോ? അത് കാറ്റടിച്ച് വീണാണ് കേട്ടോ. തീ കത്തിച്ചിട്ട് അപ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അത്യാവശ്യം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ കണ്ടോ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്ത് നല്ല ഗോൾഡൻ കളർ ആക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതായത് കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത കളർ ഏലക്കയും അതേപോലെ നമ്മുടെ സാധാ പച്ച കളർ ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. കറുത്ത കളർ ഏലക്ക നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. മിക്സ് മിഠായി കഴിക്കുന്ന ടേസ്റ്റ്. അതായത് മധുരമല്ല, ആ ഒരു ഫീലാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആവുന്ന പോലെ കണ്ടോ, ചെറുതായിട്ട് ഓരോ സൈഡൊക്കെ കളർ മാറി വരുന്നുണ്ടോ. നമുക്ക് ഇളക്കി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ കണ്ടോ അത്യാവശ്യം ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. വെള്ള കളർ കാരണം ആ വെന്ത് തുടങ്ങിയതിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് ഇതേപോലെ തന്നെ പേസ്റ്റ് അടിച്ചത്. പച്ചമുളകിൻ്റെ കളർ നോക്കി. ഇതന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് ഒന്ന് തക്കാളി വേവുന്ന വരെ ഒന്ന് മിക്സാക്കി. എന്നിട്ട് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫല്ലേ, നന്നായിട്ട് വേവണം. ആ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ബീഫ് ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത് കേട്ടോ. ചിക്കനൊക്കെ ആണെങ്കിൽ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വെന്തോളും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു മണിക്കൂറോളം ഇത് അടച്ച് വെച്ച് വേവിക്കണം. ബീഫ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വേവുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേന് റൈസൊക്കെ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് പിടയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് നല്ല കുളുകുളാൻ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി വെക്കാം. കലത്തിലാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ചെമ്പിൽ എന്നിട്ട് നമുക്ക് ദമ്മിടേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കലത്തിൽ റെഡിയാക്കാം.
കലം ഇതിനകത്ത് വെച്ച് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടട്ടെ ഇതിനകത്ത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, നമുക്കിത് അടച്ച് വെച്ചേക്കാം. തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇടാൻ ഇതിൽ. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാവേ. ഓ, ഇതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി മണമാണ്. ഈ മണവും കൂടി ഇതിലേക്ക് എത്തിക്കുന്ന ടെക്നോളജി അടുത്ത കാര്യം വരികയായിരുന്നില്ലേ, എങ്കിൽ ആളുകളെല്ലാം നമ്മളെ തെറി വിളിച്ചേനെ. ഇപ്പം തന്നെ മൊത്തത്തിൽ കലിപ്പാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ്, അതേപോലെ കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് പച്ചിലകളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മല്ലിയിലയും പുതിനയിലയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് വേവട്ടെ, നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് എന്തായാലും നോക്കാം. റൈസ് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടോട്ട് വയ്ക്കാം, എന്നിട്ട് ഒരുമിച്ച് ദമ്മിടാം. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഒരു മണിക്കൂർ ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതേ വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റി സാധനം ഇല്ലടാ. കറിയായോ? ആന്നേ, നമ്മളൊന്നും ഇട്ടിട്ടില്ല ഇത്, മസാല ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇനിയാണ് നമ്മളിതിൽ മസാല ഇടാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തില്ല, കുറച്ച് കൂടി വേവാനുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇനിയാണ് നമ്മൾ മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ലേശം മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, മസാലയൊക്കെ കുറേശ്ശെ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ലേശം കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി അങ്ങോട്ട് കളറായിക്കോളൂ കേട്ടോ. കാറ്റടിച്ച് തുടങ്ങിയല്ലോ നല്ല. എന്നിട്ട് ഇതങ്ങോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. അതുകൊണ്ട് അവൻ്റെ മട്ടും പാവമൊക്കെ അങ്ങോട്ട് മാറിയത് ഉണ്ടാവും. കുറച്ചും കൂടെ പവറായില്ലേ. അപ്പോൾ ഇതിലേക്ക് അവസാനവട്ട മിനുക്ക് പണി എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇതിൻ്റെ മട്ടും പാവം മൊത്തത്തിൽ അങ്ങ് മാറും. ബിരിയാണി മസാല റെഡി കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇതിനങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. സംഗതി ഉഷാറായിരിക്കും. വെള്ളം വന്നു തുടങ്ങിയിട്ട് എവിടെ വായിൽ സംഭവം കളറായില്ലേ. പിന്നെ ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണടാ. ഒരു 10 മിനിറ്റ് കൂടെ ഇതിന് ഒന്ന് വേവട്ടെ, കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ ആ ഗ്രേവിയൊക്കെ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ബിരിയാണികളും മസാലയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടാ,
എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം ഇപ്പം തന്നെ പഠിച്ചോട്ടോ. ഇതിന് ബിരിയാണിക്കകത്ത് ദം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇത് തന്നെ എടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ആ ദമ്മും കൂടെ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, പക്ക. നമുക്കൊന്ന് ഇറക്കാം, മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പോരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിന് ദമ്മടിക്കാം. അപ്പോൾ നമുക്ക് ദം അങ്ങോട്ട് ലെയർ ചെയ്യാം. ദമ്മല്ല, നമ്മുടെ ബിരിയാണി. അപ്പോൾ ഇതിൽ നിന്ന് റൈസ് ആദ്യം ഈ അടിയിലത്തെ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ. അപ്പോൾ ഒരു ലെയർ റൈസ് നമ്മളിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, റൈസിൻ്റെ മുകളിലേക്ക് ഉള്ളി വറുത്തത്, നമ്മുടെ സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചിലകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, മല്ലിയില, പുതിനയില. ഇനി നമ്മുടെ ബീഫ് കുറച്ചങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് പിടിക്കാം. അപ്പോൾ ബീഫ് കൂടെയൊക്കെ അങ്ങോട്ട് ഇട്ട് വീണ്ടും അടുത്ത ലെയർ റൈസ് പിടിക്കാം. റൈസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ലെയറായിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ദം ചെയ്തെടുക്കുമ്പോഴൊരു പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ വായിൽ വെള്ളം നിറയുന്നത്. റൈസ് വേവിക്കാൻ നേരത്ത് കറക്റ്റ് 1 ലിറ്റർ, 1 കിലോ റൈസിന് 1.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ തീയും കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെന്ത് വരും. തീയൊക്കെ നോക്കി ഞങ്ങൾ വെച്ചാൽ മതി, പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. ഒരുപാട് തീ വെക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് ബാക്കിയുള്ള ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും വീണ്ടും ബീഫ് തന്നെ. ബീഫ് കംപ്ലീറ്റ് ഇതിൽ നിന്ന് എടുത്തങ്ങോട്ട് പെട്ടയ്ക്കാം. ഉണ്ടോ, എല്ലാ മസാലയും എല്ലാം ആക്കിയ ബീഫിൻ്റെ ലാസ്റ്റ് പീസും ഇതിലേക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അവസാനത്തെ ലെയറാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നമ്മുടെ ബാക്കിയുള്ള ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, മുകളിൽ ഇതേപോലെ തന്നെ അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, ലാസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ നേരത്ത് മണ്ടയിലിടാം. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് മിൻറ്റ് ലീഫും കൊറിയാണ്ടർ ലീഫും പുതിനയിലയും മല്ലിയിലയും മണ്ടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിന് മുകളിൽ. അപ്പം നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊരു നനച്ച തോർത്തങ്ങോട്ട് വിരിച്ചിട്ട് വേണം ഇത് ദം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടപ്പ് വെച്ചങ്ങോട്ട് ടൈറ്റായിട്ട് അങ്ങ് അടയ്ക്കുക. അപ്പോൾ ഇതിന് നമുക്ക് അടുപ്പത്തോട്ട് കയറ്റി അങ്ങോട്ട് ഒന്ന് ദമ്മാക്കി എടുക്കാം, ഒരു 20 മിനിറ്റ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് കനൽ കോരിയിടണം. ഇത് ഞാൻ വെള്ളം നനച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫുള്ള് അല്ലെങ്കിൽ റൈസ് ഒരു ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആവും, അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം നനച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കല്ല് മുകളിൽ വാരിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ഇതിവിടെ ഇരുന്നിട്ട് ഒന്ന് ദമ്മായി വരട്ടെ. നമ്മുടെ പൊളപ്പം ബിരിയാണി ആകുമ്പോഴത്തേക്കും സെറ്റായിരിക്കും. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം അങ്ങോട്ട് പൊട്ടിക്കാം. നല്ല ചൂടാണ് അടുപ്പൊക്കെ, തോർത്തൊക്കെ കരിഞ്ഞ.
അമ്മാതിരി ചൂടാണ്. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ മണ്ടത്തെ തോർത്തങ്ങ് മാറ്റാം. ചൂടാ, തോർത്ത് വരെ തുണി പിടിച്ചെടുക്കണല്ലോ. നമുക്ക് ഞങ്ങൾ പയ്യെ ഒരു ഇതങ്ങനെ ഇളക്കാം. വാ, ലാവി പറക്കണ ബീഫ് ബിരിയാണി. അപ്പോൾ ഇനിയത്തെ നമ്മുടെ മെയിൻ പരിപാടിയാണ് ബിരിയാണി കഴിക്കൽ. വേഗം നമുക്ക് ഇതിലോട്ട് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കഴിക്കാം. താഴെ പോകരുത്, നോക്കി നോക്കാം. ഇവിടെ വെച്ചോളാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണിയൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഒരു അനിയൻ കൂട്ടം വന്നിട്ടുണ്ട്, ജിനു എന്നാണ് കേട്ടോ പേര്. അപ്പോൾ കഴിച്ചു നോക്കാൻ വേണ്ടി അവനോട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഫുൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവനുണ്ടായിരുന്നു. അപ്പം ക്യാമറയിൽ അപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. നീ ഒന്നും പേടിക്കണ്ട, ഉള്ള കാര്യമുള്ളവർ പറഞ്ഞാൽ മതി കഴിച്ചിട്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൽ മാത്രം ഒരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, എന്നാ പീസ്. നമ്മളിതിന് കൈയിട്ട് എടുക്കുന്നില്ല, അങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുന്നു കേട്ടോ. നീ കഴിച്ചോ, ഒന്നും നോക്കണ്ട. ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ. ജിനു, എന്താണ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മോനെ, ആ ബീഫിൻ്റെ നെയ്യുള്ളൊരു പീസേ ഉണ്ടോ, അതൊരു പീസും കൂടെ എടുത്ത് അങ്ങോട്ട് നമ്മുടെ റൈസിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട്, നെയ്യുള്ള പീസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതാക്കിയിടാം കണ്ടോ. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട്. നെയ്യുടെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഈ ചെറിയ കഷ്ണമാക്കുക. എന്നിട്ട് കുറച്ച് റൈസും. സർലാസിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ സർലാസൊന്നും ഇല്ലാണ്ട് ഇത് കൂട്ടി കഴിക്കുക, ബിരിയാണി തന്നെ കഴിക്കുക. സർലാസ് നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാം. ജിനു ഇതൊക്കെ കണ്ടിട്ട് അന്തം വിടുകയാണ്, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ. അവൻ കണ്ടിട്ടില്ലല്ലോ നമ്മൾ വീഡിയോ എങ്ങനെ എടുക്കുന്നത്, ആദ്യമായിട്ട് വന്നാണ്. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ജിനു, ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് നീ അഭിപ്രായം പറഞ്ഞ കേട്ടോ. നീ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. നീ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അത് നമ്മൾ പറയുന്നത് നോക്കണ്ട. നമ്മൾ അതുപോലെ തന്നെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം പറയാന്നുള്ളതാണ് നമ്മുടെ ഒരു, അല്ലേ? നീ കഴിക്കുന്നതാ, പിന്നെ ഞാൻ കാണാൻ വെച്ചിട്ട് പോലെ മതി. അപ്പോൾ ജിനുവിന് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ട്, സാധനം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം ബിരിയാണിയുടെ ചെറിയ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ, ചുമ്മാ പറയല്ല. ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുമുണ്ട്. ഒരു 1-1.25 മണിക്കൂർ എടുത്തു ബീഫ് വേവാൻ. നമ്മൾ വലിയ പീസാക്കിയല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടുക. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.